പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഈ നല്ല ദിവസം കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചേരാൻ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചു. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഞാൻ മനസ്സിൽ കാണുകയാണ്, കുട്ടികളും യുവതി യുവാക്കളും പ്രായമുള്ളവരും മാതാക്കന്മാരും എല്ലാവരും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഒട്ടാഴ്ച വളരെ നാളുകൾക്ക് മുമ്പേ നൽകിയ നിർദ്ദേശപ്രകാരം ശനിയാഴ്ചകളിൽ ഉപവാസം എടുത്ത് ഈ അഭിഷേകത്തെ ശുശ്രൂഷിക്കേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ അനേകം പേര് അഭിഷേകത്തിന്റെ കാര്യം പുതിയ അറിയാത്ത ആൾക്കാരെ അറിയിച്ചു എന്ന് ഞാൻ വിശ്വാസത്തിൽ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് നമ്മൾ നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിലുള്ള പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെ എല്ലാം പ്രത്യേകമായ ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയാണ്. അവരിലെല്ലാം നിറഞ്ഞ ദൈവത്തിൻ്റെ ശക്തി, അതേ പരിശുദ്ധാത്മാവ് ഇന്ന് സഭയിൽ നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട്, നമ്മളെ നയിക്കുന്നുണ്ട്, നമ്മളെ പരിപാലിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, മോശയിൽ നിറഞ്ഞ ദൈവിക ശക്തി, പൂർവ്വ പിതാക്കന്മാരിൽ നിറഞ്ഞ ദൈവിക ശക്തി, പ്രവാചകന്മാരിൽ നിറഞ്ഞ ദൈവിക ശക്തി, അപ്പസ്തോലന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മ നിറവ്, സഭയിൽ വസിക്കുന്ന പരിശുദ്ധാത്മ ശക്തി ഞങ്ങളുടെ ഉള്ളിൽ കത്തി ജ്വലിക്കട്ടെ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഓ ദൈവിക ശക്തി, ഓ അത്ഭുത ശക്തി, ഓ ആത്മാവേ വ്യാപരിക്കണമേ. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്, കൈകളടിച്ച്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തർക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ജീവിതത്തിൽ പലതരത്തിൽ അശുദ്ധിയുടെ പ്രലോഭനങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവമേ പിടിച്ചു നിൽക്കാൻ തക്കവിധം ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വഴിയെ നടക്കാതെ വിശുദ്ധിയുടെ വഴിയെ നടക്കാൻ കർത്താവേ ഓരോ യുവതി യുവാക്കന്മാരെയും ഇപ്പോൾ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകത്തിന്റെ സമ്മർദ്ദം പെരുകുമ്പോൾ, വചനം ലംഘിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുമ്പോൾ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ദൈവമേ ഒരു സൈന്യത്തിന്റെ നടുവിൽ എന്നതുപോലെ അകപ്പെട്ട് നിൽക്കുമ്പോൾ
ദൈവമേ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിച്ച് മുന്നേറവനെ പിടിച്ചു നിൽക്കാനും ഓരോ വ്യക്തികളെ ശക്തിപ്പെടുത്തണമെന്ന് മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ചെങ്കടിന്റെ മുമ്പിൽ എന്നതുപോലെ മുമ്പോട്ടും പുറകോട്ടും പറ്റാൻ പറ്റാത്ത വിധം ഞെരുക്കപ്പെട്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ കാണുകയാണ്. ദൈവമേ, മോശ അത്ഭുതകരമായി ദൈവിക സത്യം നിറഞ്ഞതുപോലെ പിടിച്ചു നിൽക്കാൻ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഓരോരുത്തരും കടന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികൾ പിടിച്ചു നിൽക്കാൻ തക്ക വിധം ആത്മാവിന് ബലം കൊടുക്കണമേ, പരിശുദ്ധാത്മാവിനുള്ള ധൈര്യം കൊടുക്കണമേ, ശക്തിപ്പെടുത്തണേ കർത്താവേ. ഓരോരുത്തരെ അനുഗ്രഹിക്കണം കർത്താവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എൻ്റെ സഹോദരങ്ങളെ, ഓരോ പ്രാർത്ഥനകളിലും നമ്മൾ ഹൃദയം ചേർത്ത് പങ്കുചേരുമ്പോൾ, ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അവിടെ ഉറപ്പായിട്ട് ഇടപെട്ടിട്ടുണ്ട്. Praise the Lord. Praise the Lord. നമുക്കിരിക്കാം. കുട്ടികൾ ബൈബിൾ നോട്ട്ബുക്ക് എല്ലാം എടുത്ത് തയ്യാറാകുക. മുതിർന്നവരത് പണ്ടേ മുതലേ വട്ടാച്ചനെ പ്രസംഗിക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങളെല്ലാം വചനങ്ങളെല്ലാം എഴുതിയെടുക്കുന്നത് എനിക്കറിയാം. കുട്ടികളെ എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം 5 കുറവുകൾ പരിഹരിക്കുക. Praise the Lord. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 20 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ, ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 20-22 നമുക്ക് ഒരുമിച്ച് വായിക്കാം. എല്ലാവരും ചേർന്ന് വായിക്കാം. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോട്ട് തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാം പല പ്രാവശ്യം വായിച്ച് പരിചയമുള്ള തിരുവചനഭാഗം. ധനികനായ യുവാവാണ് കഥാപാത്രം. ധനികനായ യുവാവ് വന്നിട്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഒന്ന് അപഗ്രഥിച്ചതിന് ശേഷം അദ്ദേഹം കർത്താവിനോട് ചോദിക്കുകയാണ്, ഇനിയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഞാൻ കൽപ്പനകളൊക്കെ പാലിക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നുണ്ട്, പിന്നെ കുമ്പസാരമുണ്ട്, ഇതൊക്കെ ഉണ്ട്, പിന്നെ പ്രാർത്ഥനയുണ്ട്, ജപമുണ്ട്, എല്ലാ സംഗതികളും ഉണ്ട്. പിന്നെ ഇപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എനിക്ക് വേറെ വിഷയമൊന്നുമില്ല, ഞങ്ങൾക്ക് നേരിട്ടങ്ങ് കയറാമല്ലോ. ഇനി എന്തെങ്കിലും ഒരു കുറവുണ്ട്, എന്താ എൻ്റെ കുറവ്? എൻ്റെ സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് പറഞ്ഞു, നിനക്കൊരു ചെറിയ കുറവുണ്ട്. ആ കുറവിതാണ്, നീ നിനക്കുള്ളതെല്ലാം വിറ്റു. നീ ഒരു പൂർണ്ണതയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വളരെ സങ്കടത്തോടു കൂടി ആ സുവിശേഷ ഭാഗം അവസാനിക്കുകയാണ്. അവൻ വളരെ സങ്കടത്തോടു കൂടി തിരിച്ചുപോയി. കാരണം അവൻ അവൻ്റെ കുറവ് പരിഹരിക്കാൻ തയ്യാറല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമുക്ക് ചുറ്റുമുള്ള പലരെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ, പലരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു തോന്നൽ ഇങ്ങനെ വരും, അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു കുഴപ്പമില്ലാത്ത ജീവിതമാണ് എൻ്റെ ജീവിതം, അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ജീവിതമാണല്ലോ എൻ്റെ ജീവിതം. എൻ്റെ സഹോദരങ്ങളെ, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാനല്ല ഈശോ പഠിപ്പിക്കുന്നത്. കമ്പയർ ചെയ്യാൻ ഒരു സംഗതി എന്ന് പറയുന്നത്, കമ്പയർ ചെയ്യേണ്ടത് ഈശോയുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഈശോയുടെ മുമ്പിലിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വചനത്തിൻ്റെ മുമ്പിലിരിക്കുക എന്ന് പറയുക. ഈശോയുടെ മുൻപിലും വചനത്തിൻ്റെ മുൻപിലും ഇരിക്കുന്നവനാണ്
വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിലും തിരുവചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ജീവിതത്തിന്റെ പല കുറവുകൾ കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാണുന്നത് പല തിരുത്തലുകളും പലരിലൂടെ പലരും നമുക്ക് തരുമ്പോൾ അതെല്ലാം നമ്മുടെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് തരുന്നത്. എൻ്റെ സഹോദരങ്ങളെ, വാസ്തവത്തിൽ കുറവുകൾ കണ്ടുപിടിച്ച് നമുക്ക് തരുന്നില്ലെങ്കിൽ പലപ്പോഴും തിരുത്തപ്പെടാൻ പറ്റിയല്ല. അപ്പോൾ ഓരോ തിരുത്തലും എന്ന് പറയുന്നത് നമ്മുടെ കുറവുകൾ പരിഹരിക്കാനുള്ള ഒരു അവസരമാണ്. ഈശോ അപ്പോൾ ഒരു കുറവ് കാണിച്ചു കൊടുക്കുകയാണ്, ഒരു ചെറിയ തിരുത്തൽ കൊടുക്കുകയാണ്. പക്ഷേ തിരുത്താൻ തയ്യാറല്ലായിരുന്നു. ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ സഹോദരങ്ങളെ, കുറവുകൾ മറ്റുള്ളവർ കാണിച്ചു തരുമ്പോൾ തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കുക, വളർച്ച മുരടിച്ചു തുടങ്ങി എന്ന് മനസ്സിലാക്കണം. തിരുത്തപ്പെടാത്തടത്ത് ഒരു സ്ഥലത്തും വളർച്ച ഉണ്ടാവില്ല. ചിന്തിച്ചു നോക്ക്, അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ ഈശോ എത്ര പ്രാവശ്യമാണ് പൊതുവായിട്ടും പേഴ്സണലായിട്ടും തിരുത്തലുകൾ കൊടുക്കുന്നത്, കറക്ഷൻ കൊടുക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിന് പ്രത്യേകം ആരും തിരുത്താൻ തയ്യാറല്ല, കുറവ് കാണിച്ചു കൊടുക്കാനും തയ്യാറല്ല, കുറവ് കാണിച്ചു കൊടുത്തത് പരിഹരിക്കാനും തയ്യാറല്ല. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ മറ്റൊരു പ്രവണത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക ഒരു അവസ്ഥ പല മനുഷ്യർക്കും ഉണ്ട്. മറ്റുള്ളവരുടെ കുറവുകൾ ഇങ്ങനെ എല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ കുറവ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരു വ്യക്തിയുടെ കുറവ് കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത് ആ വ്യക്തിയുടെ കുറവ് പരിഹരിക്കാനുള്ള ഒരു വിളിയും കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്നതിൻ്റെ ഭാഗമാണ്. വളരെ മനോഹരമായ ചില രംഗങ്ങൾ ബൈബിളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. തീത്തോസിന്റെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 5-ാം തിരുവചനം, പൗലോസ് ലേഖ തീത്തോസ് ലേഖനത്തിൽ ചാപ്റ്റർ 1 വേഴ്സ് 5, അവിടെ പൗലോസ് ലേഖ പറയുകയാണ്, നമുക്ക് വായിക്കാം. ഞാൻ നിന്നെ ക്രേത്തയിൽ വിട്ടിട്ട് പോന്നത് നീ അവിടുത്തെ കുറവുകളെല്ലാം പരിഹരിക്കുന്നതിനും ഞാൻ നിർദ്ദേശിച്ച വിധം എല്ലാ പട്ടണങ്ങളിലും ശ്രേഷ്ഠന്മാരെ നിയമിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് ലേഖ തീത്തോസിനോട് പറയാണ്, നിന്നെ എൻ്റെ കൂടെ കൊണ്ടുവരാൻ ഞാൻ അവിടെ വിട്ടിട്ട് പോകുന്നതിന് കാരണം എന്താണെന്നറിയാവോ? നീ അവിടുത്തെ എല്ലാ കുറവുകളും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് തരാൻ വേണ്ടിയിട്ടല്ല, അത് 4 പേരോട് പറഞ്ഞ് അറിയിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ നിന്നെ അവിടെ വിട്ടിട്ട് പോകണം എന്തിനാണെന്നറിയാവോ? നീ അവിടുത്തെ കുറവുകളെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് ആ കുറവുകളെല്ലാം പരിഹരിച്ച് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ അവിടെ വിട്ടിട്ട് പോകുന്നത് പൗലോസ് ലേഖനത്തിലൂടെ തീത്തോസിനെ ഓർപ്പിക്കുകയാണ്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമുക്കുള്ള ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ള ജീവിതത്തിലും കുറവുകൾ പരിഹരിക്കുന്ന ഒരു ആധ്യാത്മികത വളർത്തിയെടുക്കണം. അങ്ങനെ ചില പ്രധാനപ്പെട്ട കുറവുകൾ ബൈബിളിൽ ചിലർ പരിഹരിക്കാൻ ആവശ്യപ്പെടുന്ന ചില വചനങ്ങൾ നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ ഒരു കുറവ് പരിഹരിക്കേണ്ടത്, നമുക്ക് ചുറ്റും തിരിഞ്ഞു നോക്കുമ്പോൾ, യുവജനങ്ങളെ നോക്കുമ്പോൾ, കുട്ടികളെ നോക്കുമ്പോൾ, മാതാക്കന്മാരെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ സമർപ്പിത ജീവിതം നയിക്കുന്നവരൊക്കെ നോക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ കുറവ് എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനൊരു വിളി ദൈവം നമ്മുടെ ജീവിതത്തിൽ തരികയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ ദൈവവിളി എന്ന് പറയുന്നത് എന്താ? ദൈവജനത്തിൽ ഒരു കുറവ് കാണുമ്പോൾ, ഒരു പ്രശ്നം കാണുമ്പോൾ ഉടനെ തന്നെ പരിഹരിക്കാൻ വേണ്ടി ദൈവം അയക്കുകയാണ്. സൂസന്നയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു, ഒരു കുറവ്, ഒരു പ്രതിസന്ധി വന്നു, ദൈവം അത് പരിഹരിച്ച് പറഞ്ഞ ദാനിയേലിനെ അയക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ്, അത് പരിഹരിക്കാൻ വേണ്ടി മോശെ അയക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും നോർമലായി. പക്ഷെ ദേവാലയത്തിൽ പണ്ടത്തെ പോലെ ആൾക്കാർ കാണുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ശുശ്രൂഷകൾക്ക് ആൾക്കാരുടെ കുറവ്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വിശ്വാസം പതുക്കെ കുറഞ്ഞു വരുന്നു എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ, എൻ്റെ സഹോദരങ്ങൾ, ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഈ കുറവ് പരിഹരിക്കാൻ ദൈവം നമുക്ക് വിളിക്കുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുവചനം, 1 Thessalonians chapter 3 verse 10, പൗലോസ് പറയാണ്, നമുക്ക് വായിക്കാം. നിങ്ങളെ മുഖാഭിമുഖം കാണുന്നതിനും
നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്തുന്നതിനും വേണ്ടി ഞങ്ങൾ രാപകൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പൗലോസ്ലീഹ പറയാണ്, നിങ്ങളെ മുഖാമുഖം വന്ന് കാണണം. പൗലോസ്ലീഹ ഒരുപാട് സഭകൾ സ്ഥാപിച്ചു. റോമാ സഭ ഒഴികെ ബാക്കി എല്ലാ സഭയും സ്ഥാപിച്ച പൗലോസ്ലീഹ. കൊരിന്തോസിലെ സഭ, കൊളോസോസിലെ സഭ, തെസ്സലോനിക്ക സഭ, ഫിലിപ്പി, അങ്ങോട്ട് ഒരുപാട് സഭകൾ പൗലോസ്ലീഹ സ്ഥാപിച്ചു. എന്നിട്ട് 1, 2, 3 പ്രേക്ഷിതയാത്ര നടത്തുകയാണ്. അവിടേക്ക് ലേഖനങ്ങൾ എഴുതുകയാണ്. അപ്പോൾ സ്ലീഹ പറയാണ്, നിങ്ങളുടെ ഇടയിലുള്ള വിശ്വാസത്തിന്റെ കുറവ് ചില മേഖല കാണുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, പലരും പറഞ്ഞിട്ട് ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് അത് നികത്തപ്പെടാൻ വേണ്ടി രാപകൽ ഞാൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പലരുടെയും വിശ്വാസത്തിൽ കുറവ്, പ്രാർത്ഥനയിൽ കുറവ്, ആധ്യാത്മിക ജീവിതത്തിൽ താല്പര്യമില്ല, ധ്യാന ശുശ്രൂഷകൾക്ക് താല്പര്യമില്ല, ഇതൊന്നും കാര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അപജയം വരുന്നത് കാണുമ്പോൾ ദൈവം നമ്മളെ വിളിക്കുകയാണ് രാപകൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച് അവരുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്താൻ. ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ കുറവ് നികത്തപ്പെടും. അല്ലെങ്കിൽ പിന്നെ പൗലോസിൽ അങ്ങനെ ചെയ്യില്ലല്ലോ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ചിന്തിച്ചു നോക്ക്, ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി. അതായത് ഇതൊക്കെ കഴിഞ്ഞ് ചില മേഖല ആൾക്കാരെ കാണാതെ എല്ലാവരും പറയുന്നുണ്ട് ആള് കുറവ്, ആള് അത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആരെങ്കിലും ആ ദൈവവിളി ഏറ്റെടുക്കണ്ടേ? വിശുദ്ധ ലൂക്കായുടെ ശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 31-32 തിരുവചനങ്ങൾ. Gospel of St. Luke chapter 22 verse 31 and 32. കർത്താവ് തന്നെ ചെയ്ത കാര്യമാണ്. നമുക്ക് വായിക്കാം. ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. ഹല്ലേലൂയ. Hallelujah. അപ്പൊ ഈശോ പോലും ചെയ്ത കാര്യം എന്താ സഹോദരങ്ങളെ? പത്രോസ്ലീഹായുടെ ജീവിതത്തിൽ ഒരു വിശ്വാസക്ഷയത്തിന് ഒരു സാധ്യത കണ്ടോണ്ട് സംഭവിച്ചിട്ടില്ല. ഈശോ മുൻകൂട്ടി കാണാണ്. എന്നിട്ട് വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ നമ്മുടെ മക്കളെ ഓരോ സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി വിടുമ്പോ നല്ല കൊച്ച്, അവൻ നല്ല ഡീസന്റ് ആണ് എന്നൊക്കെ ശരി തന്നെ, പക്ഷെ ഒരു അപകട സാധ്യത മുൻകൂട്ടി കണ്ട് ഇപ്പോഴേ പ്രാർത്ഥന തുടങ്ങണം. രാപകല് പ്രാർത്ഥന ആരംഭിക്കണം. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനാ ദൈവം പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നത്? എന്തിനാ ദൈവം സന്യാസത്തിലേക്ക് വിളിക്കുന്നത്? എന്തിനാ ദൈവം കുടുംബജീവിതത്തിലേക്ക് വിളിക്കുന്നത്? കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് ദൈവവിളി. കുറവ് നികത്തുന്ന ആളാണ് പുരോഹിതൻ. കുറവ് നികത്തുന്നവളാണ് സന്യാസിനി. കുറവ് നികത്താൻ വേണ്ടിയാണ് കുടുംബജീവിതം. ജീവിത പങ്കാളിയുടെ കുറവ് നികത്തണം, മക്കളുടെ കുറവ് നികത്തണം, മാതാക്കന്മാരുടെ കുറവ് നികത്തണം. ആർക്കെ പറയാ ഹല്ലേലൂയ. Hallelujah. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ വിശ്വാസത്തിന്റെ കുറവ് കണ്ടാൽ അത് നികത്താൻ ദൈവം നമ്മൾ വിളിക്കുകയാണ്. ഓരോന്നും കാണിച്ചു തരുന്ന എന്തിനു വേണ്ടിയിട്ടാ? അത് നികത്താൻ വേണ്ടിയിട്ടാണത്. അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടും മീറ്റിംഗ് കൂടിയതുകൊണ്ടും പേപ്പർ അവതരിപ്പിച്ചുകൊണ്ടും ചർച്ച നടത്തുന്ന കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവില്ല. ആർക്കെ പറയാ ഹല്ലേലൂയ. Hallelujah. രണ്ടാമത്, ദൈവമക്കൾ എന്ന നിലയിൽ, വചനത്തിന്റെ ഉപാസകർ എന്ന നിലയിൽ നമ്മൾ രണ്ടാമത് നികത്തേണ്ട ഒരു കുറവുണ്ട്. അതാണ് സഹോദരങ്ങളെ, സഹനത്തിന്റെ കുറവ് പരിഹരിക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കൊലോസ്സസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 24-ാം തിരുവചനം, ലെറ്റർ കൊളോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 24. പൗലോസ് വെളിപ്പെടുത്തുകയാണ്, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകരുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമെന്ന് പറയുന്നത്, ഈശോയുടെ പീഡാസഹനത്തിന് അല്ലെങ്കിൽ കുരിശുമരണത്തിന് ഒരു കുറവുണ്ട് എന്നല്ല ആ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. മറിച്ച് ഈശോയുടെ സഹനത്തോട് ചേർന്ന് സഹിക്കാനുള്ള പൗലോസ്ലീഹായുടെ വലിയ ഒരു ഉൾവിളിയാണ് സഹോദരങ്ങളെ. ആർക്കെ പറയാ ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബൈബിളിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള പടി എന്ന് പറഞ്ഞ സഹനത്തിന്റെ പടിയാണ്. അതില്ലാതെ ഒരു ക്രൈസ്തവ ജീവിതം ഇല്ല. അപ്പസ്തോലന്മാരെ വിളിക്കുമ്പോൾ അവസാനത്തെ പടി എന്താ?
പീഡനം, സഹനം, അതില്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ദൈവിക ഐക്യം, ദൈവിക കാഴ്ചപ്പാട് ഇല്ല. സഹനത്തിലൂടെ അല്ലാതെ വിശദീകരണമില്ല, സഹനത്തിലൂടെ അല്ലാതെ പൂർണ്ണതയില്ല, സഹനത്തിലൂടെ അല്ലാതെ ദൈവരാജ്യ പ്രവേശനമില്ല. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് ജീവിതാന്തസ്സപ്പെട്ടവരാണെങ്കിലും എൻ്റെ സഹോദരങ്ങളെ, സഹനത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാം സൂഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പല ആൾക്കാർ എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, എനിക്ക് കല്യാണം വേണ്ട, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങുന്ന ലക്ഷണം എന്താ? സഹനത്തിന് താല്പര്യമില്ലാഞ്ഞിട്ട്. അതുകൊണ്ട് സഹിക്കാൻ ഇഷ്ടമില്ലാത്തവർ ദൈവവിളി വേണ്ടെന്ന് വയ്ക്കും, സഹിക്കാൻ ഇഷ്ടമില്ലാത്തൊരു സന്യാസം എടുക്കരുത്, സഹിക്കാൻ ഇഷ്ടമില്ലാത്തൊരു പൗരോഹിത്യം എടുക്കരുത്. എന്തിനു വേണ്ടിയിട്ടാ ദൈവവിളി? ഏത് ജീവനാഥം സഹകരിക്കുന്ന എന്തിനു വേണ്ട? സഹിക്കാൻ വേണ്ടിയിട്ടാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്, കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത് നമ്മൾ പരിഹരിക്കേണ്ട ഒരു കുറവെന്ന് പറയുന്നത് ശുശ്രൂഷയുടെ കുറവ് പരിഹരിക്കണം. ശുശ്രൂഷയുടെ കുറവ് പരിഹരിക്കണം. ഫിലിപ്പി ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 30-ാം തിരുവചനം വചനം വെളിപ്പെടുത്തുകയാണ്, ക്രിസ്തുവിന് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ അവൻ മരണത്തിൻ്റെ വക്കുവരെ എത്തി. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് പരിഹരിക്കാൻ സ്വന്തം ജീവൻ തന്നെ അവൻ അപകടത്തിലാക്കി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസ്ലീഹയുടെ ഹൃദയത്തിനിറങ്ങിയ ഒരു ശുശ്രൂഷകനെ കുറിച്ച് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുകയാണ്. അതായത് ശുശ്രൂഷയിൽ കുറവുകൾ വരുന്നത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കിയ ഒരു സഹ ശുശ്രൂഷകനെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, രണ്ടർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഒരു ശുശ്രൂഷ ചെയ്യാൻ ആർക്കും ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് രണ്ടർത്ഥത്തിലും, ആധ്യാത്മിക തലത്തിലും ഭൗതിക തലത്തിലും അവനവന്റെ കാര്യമെന്നല്ലാതെ ഒരു ശുശ്രൂഷയ്ക്ക് താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ നിങ്ങൾ ചിന്തിച്ചു നോക്കി എൻ്റെ സഹോദരങ്ങളെ, പൗലോസ്ലീഹയുടെ കൊച്ചൊന്നല്ലത്. പൗലോസ്ലീഹയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരു സഹോദരന് ആഗ്രഹം നോക്ക്. ഇന്ന് മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കാൻ താല്പര്യമില്ലാതെ അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയി ആക്കുമ്പോൾ എന്താ സൂചിപ്പിക്കുന്നത്? ശുശ്രൂഷിക്കാൻ താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഒരു അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ സഹോദരങ്ങൾ, ആധ്യാത്മിക ശുശ്രൂഷകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു നാണക്കേടെന്ന് വിചാരിക്കരുത്. അത് ഗാന ശുശ്രൂഷയാണെങ്കിലും, അത് പ്രാർത്ഥന ശുശ്രൂഷയാണെങ്കിലും, അത് മധ്യസ്ഥ പ്രാർത്ഥനയാണെങ്കിലും, അത് ദൈവരാജ്യ ശുശ്രൂഷയാണെങ്കിലും, അത് എന്ത് മേഖലയാണെങ്കിലും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? എവിടെയാണ് ഡെലിവറൻസ് കിട്ടുന്നത്? എവിടെയാണ് വിടുതൽ കിട്ടുന്നത്? ഇതിനൊക്കെ ആൾക്കാർ വേണ്ടേ? അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. രണ്ടർത്ഥത്തിലും ശുശ്രൂഷ ചെയ്യണം. കർത്താവ് ശുശ്രൂഷ ചെയ്യണം. ശുശ്രൂഷയുടെ കുറവ് ഇന്ന് പല കാര്യത്തിൽ അകപ്പെട്ട് പലതിലും കുടുങ്ങിയിട്ട് രക്ഷപ്പെടാൻ പറ്റില്ലാതെ തെക്ക് വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിന് പകരം ദൈവത്തിന്റെ കൃപ സ്വീകരിച്ച് ശുശ്രൂഷയുടെ കുറവ് പരിഹരിക്കാൻ കർത്താവ് വിളിക്കുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമത് നമ്മൾ പരിഹരിക്കുന്ന ഒരു കുറവാണ്, സഭയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സഭയുടെ കുറവ് പരിഹരിച്ചെടുക്കണം. എഫേസ്യ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 27-ാം തിരുവചനം, ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയായിരിക്കുന്നതിനും വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ പൗലോസ്ലീഹ സഭയും ഈശോയും തമ്മിലുള്ള ബന്ധവും കൂടെ കൂട്ടിക്കലർത്തി അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ യേശു എന്തിനാ സഹിച്ചത്? ഈശോ എന്തിനാ ഇതൊക്കെ ഏറ്റെടുത്തത്? എന്തിനു വേണ്ടിയിട്ടാ? സഭയെ, തൻ്റെ മണവാട്ടിയെ അത് പൂർണ്ണതയിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, സഭയിൽ പ്രതിസന്ധികളുണ്ട്. സഭ എന്ന് പറഞ്ഞാൽ എന്താ? സഭ എന്ന് പറഞ്ഞാൽ വൈദികർ കൂടുന്നതല്ല സഭ. സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ ചേരുന്നതാണ് സഭ. അതുകൊണ്ട് കുറവുകളുള്ള മനുഷ്യർ തന്നെയാണ് സഭയിലുള്ളത്. നമ്മളാണ് സഭ. അതുകൊണ്ട് സഭയിൽ ഏതെങ്കിലും വ്യക്തിയുടെ ഒരു പ്രശ്നം കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് അതിന് പരിഹാരം ചെയ്ത്, അതിനെ ശക്തിപ്പെടുത്തിയും, അതിനെ ബലപ്പെടുത്തിയും, അതിനെ പ്രാർത്ഥിച്ചും, അതിന് തിരുത്തൽ കൊടുത്തും ആ കുറവ് പരിഹരിച്ച് അത് സഭയെ ഏറ്റവും കൃപയായി പിതാവായ ദൈവത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് പോലെ, ഈശോയ്ക്ക് സമർപ്പിക്കുന്ന പോലെ സമർപ്പിക്കാൻ വിളിയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അഞ്ചാമത് നമ്മൾ പരിഹരിക്കേണ്ട കുറവാണ് സാമ്പത്തികമായ കുറവുകൾ കണ്ടാൽ അത് പരിഹരിക്കണം.
കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 14-ാം തിരുവചനം, അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങൾ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്ന് അപ്രകാരം സമത്വം ഉണ്ടാകണമെന്നുമാണെന്ന് പറഞ്ഞിട്ട് പൗലോസ് ശ്ലീഹ വിവരിക്കുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ പൗലോസുകാർ 2 സഭകൾ തമ്മിൽ സഹായിക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് സമൃദ്ധിയുള്ള കാലഘട്ടത്തിൽ നിന്ന് നിങ്ങളിപ്പോൾ അവരെ സഹായിക്കണം. ഇനി ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഞെരുക്കം വരുമ്പോൾ അവരുടെ സമൃദ്ധി നിങ്ങളെ സഹായിച്ചോളും എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്താ സംഭവിച്ചത്? ഒരു കുടുംബത്തിലോ കുറവ് കണ്ടുകഴിഞ്ഞാൽ വേഗം ഇടപെടുകയാണ്. അപ്പോൾ അത് വിറ്റ് പെറുക്കി എല്ലാവർക്കും കൊടുത്ത്, എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് ചുറ്റുമുള്ള മനുഷ്യൻ്റെ ഒരു സാമ്പത്തികമായ ഞെരുക്കം കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം പരിഹരിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റുന്നതെങ്കിലും കൊടുത്ത് ഒരു കുറവ് പരിഹരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. പരിശുദ്ധ അമ്മായി എന്താ ചെയ്തത്? അവിടെ കുറവുണ്ടെങ്കിൽ അപ്പോൾ പരിശുദ്ധ അമ്മായി ഇടപെടുകയാണ് അവിടെ. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ കുറവ് പരിഹരിക്കണം, സഹനത്തിന്റെ കുറവ് പരിഹരിക്കണം, സഭയുടെ കുറവ് പരിഹരിക്കണം, ശുശ്രൂഷയുടെ കുറവ് പരിഹരിക്കണം, സാമ്പത്തികമായ കുറവ്. ഇതൊക്കെ നിറവുള്ളവർക്കാണ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിന് നിറവില്ലെങ്കിൽ എങ്ങനെ വിശ്വാസത്തിന്റെ കുറവ് പരിഹരിക്കും? നമുക്ക് സഹനത്തിന്റെ നിറവില്ലെങ്കിൽ എങ്ങനെ സഹനത്തിന്റെ കുറവ് പരിഹരിക്കും? നമുക്ക് ശുശ്രൂഷയുടെ നിറവില്ലെങ്കിൽ എങ്ങനെ ശുശ്രൂഷയുടെ കുറവ് പരിഹരിക്കും? നമുക്ക് സഭാസ്നേഹമില്ലെങ്കിൽ എങ്ങനെ സഭയുടെ കുറവ് പരിഹരിക്കും? അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഓരോ കുറവുകളും നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോഴും സഹോദരൻ്റെ ജീവിതത്തിൽ കാണുമ്പോഴും ഏത് ഇതിനെ പരിഹരിക്കാം. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചും കഷ്ടപ്പെട്ടും പരിഹരിക്കുന്നതിന് കൂടെ ദൈവം പറയുന്ന മരങ്ങളുടെ സഹോദരന്റെ കുറവ് പരിഹരിച്ച് കൃപയിലാകാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നത് പോലെ കുറവ് പരിഹരിക്കാൻ ഒരു കൃപ. ദൈവമേ, സഹനത്തിൻ്റെ കുറവ് സഹിച്ച് പരിഹരിക്കാൻ, വിശ്വാസത്തിൻ്റെ കുറവ് പ്രാർത്ഥിച്ച് പരിഹരിക്കാൻ, എവിടെ കണ്ടാലും കുറവ് പരിഹരിക്കാൻ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. ഈശോയേ, കൃപ തൂകണേ. ഈശോയേ, കൃപ തൂകണേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയേ, കൃപ തൂകണേ. ഈശോയേ, കൃപ തൂ